മധുരം ജീവിത സായാഹ്നം മഹനീയം ഈ സായം സന്ധ്യ ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാം ദൈവം കരം പിടിക്കും. ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ മധുരം ജീവിത സായാഹ്നം എന്ന ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജീവിതത്തിൻ്റെ സായങ്കാലം പ്രായമായ മാതാപിതാക്കൾക്ക് പലപ്പോഴും വേദനയുടെ അനുഭവമാണ്, ഏകാന്തതയുടെ അനുഭവമാണ്, ഒറ്റപ്പെടലിൻ്റെ അനുഭവമാണ്, അവഗണിക്കുന്നതിൻ്റെ വേദനയാണ്. എന്നാൽ ചില കുടുംബങ്ങളിലെങ്കിലും മാതാപിതാക്കളെ ദൈവം എങ്ങനെ അവർക്ക് നൽകിയോ അതേപോലെ ദൈവത്തെ പോലെ കരുതുന്ന മക്കളുള്ള നല്ല കുടുംബങ്ങളുണ്ട്. സ്നേഹം കൊടുക്കുന്ന, കരുതലുള്ള, ബഹുമാനിക്കുന്ന, വിലപ്പെട്ടതായി കരുതുന്ന മാതാപിതാക്കൾ. അങ്ങനെയുള്ള ഒരു നല്ല കുടുംബത്തെ നമുക്ക് ഈ എപ്പിസോഡിൽ പരിചയപ്പെടാം. ഇരിങ്ങാലക്കുട രൂപതയിലെ താഴേക്കാട് സെന്റ് സെബാസ്റ്റ്യൻ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയ ഇടവകയിൽപ്പെട്ട കുടുംബമാണ് കോക്കാട്ട് കുടുംബം. ആന്റണി 80 വയസ്സുള്ള ആ പിതാവും ജീവിത പങ്കാളി ജെസ്സി 70 വയസ്സുള്ള അമ്മ. ഇവർ രണ്ടുപേരും ദൈവം കനിഞ്ഞു നൽകിയ 2 മക്കളെ അവരെ വിശ്വാസം കൊടുത്തും മൂല്യങ്ങൾ കൊടുത്തും അച്ചടക്കത്തിൽ സ്നേഹം കൊടുത്തും കരുതൽ കൊടുത്തും വളർത്തി. ആ മക്കളിൽ നിന്ന് ഇന്ന് നല്ല അനുഭവം കിട്ടുന്ന ആ കുടുംബം, ആ കുടുംബത്തിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇത് കോക്കാട്ട് ആന്റണി ജെസ്സി ദമ്പതികളുടെ ഭവനം. തൃശൂർ ജില്ലയിലെ താഴേക്കാടാണ് ഇവരുടെ ഭവനം സ്ഥിതി ചെയ്യുന്നത്. സെന്റ് സെബാസ്റ്റ്യൻസ് പിൽഗ്രീം ചർച്ചാണ് ഇവരുടെ ഇടവക ദേവാലയം. ഇതാണ് ആന്റണി ജെസ്സി ദമ്പതികൾ. പ്രാർത്ഥനാ നിർഭരമായ ജീവിതത്തിലൂടെ കുടുംബത്തിൽ ദൈവാനുഗ്രഹം നേടിക്കൊടുക്കുന്നവരാണിവർ. ദൈവകൃപയാൽ അനുഗ്രഹീതമായ കുടുംബമാണ് ഇവരുടെ കുടുംബം. പ്രിയമുള്ളവരെ, ഈ മാതാപിതാക്കളെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 80 വയസ്സുള്ള ആന്റണി ചേട്ടനും 70 വയസ്സുള്ള ജെസ്സി അമ്മ, ഇവർ രണ്ടുപേരുടെയും ജീവിതം ഒരുമിച്ചുള്ള യാത്ര ആരംഭിച്ചിട്ട് 50 വർഷം പൂർത്തിയായി. ഇവരുടെ ജീവിതങ്ങളിലെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ സന്തോഷം നിറഞ്ഞ ഒരനുഭവം ഏതെങ്കിലും ഉണ്ടോ എന്ന് പറയാം. എനിക്ക് അങ്ങനെ വലിയ ദുഃഖങ്ങളൊന്നും ഇല്ലെങ്കിൽ എപ്പോഴും എൻ്റെ കൂടെ എനിക്ക് എല്ലാ സഹായത്തിനും എൻ്റെ എന്താവശ്യം ഉണ്ടെങ്കിലും എൻ്റെ ഒപ്പം നിന്നിട്ടുണ്ട്. അത് തന്നെ ഏറ്റവും വലിയ സന്തോഷം. പ്രിയമുള്ളവരെ, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഭർത്താവ് ഭാര്യയും ഭാര്യ ഭർത്താവിനെ എങ്ങനെ കരുതണം എന്നുള്ളതിൻ്റെ വലിയ ഒരു സന്ദേശമാണ് ഇപ്പൊ ഈ അമ്മ പറഞ്ഞത്. ഒപ്പമുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ദുഃഖത്തിലും സന്തോഷത്തിലും ദാരിദ്ര്യത്തിലും സമ്പത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഒപ്പം നിൽക്കുന്ന ജീവിത പങ്കാളി.
അതിൽ നിന്ന് ലഭിച്ച മക്കള് എത്ര പേരുണ്ട്? അവരുടെ 2 മക്കള്, 3 ആളുണ്ടായി. ഒരാള് ചെറുപ്പത്തിൽ തന്നെ മരിച്ചു. സുഖമില്ലാണ്ട് പ്രസവത്തോടുകൂടി മരിക്കും എന്ന് പറഞ്ഞു. എന്നാലും 5.5 കൊല്ലം കിടന്നു മരിച്ചു. പിന്നെ മൂത്ത മകൻ സുബീഷ്, രണ്ടാമത്തെ ആള് സുനിത. അങ്ങനെ 2 കുട്ടികൾ. അപ്പോൾ അവനും 2 കുട്ടികൾ, 2 ആൺകുട്ടികൾ. മോൾക്ക് 2 പെൺകുട്ടികൾ. പിന്നെ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ എനിക്കും എൻ്റെ ഭർത്താവിനും എന്തു വന്നാലും എൻ്റെ മക്കള് ഞങ്ങൾ നോക്കുന്നു. ഞങ്ങൾക്ക് നല്ല ഉറപ്പായ വിശ്വാസമുണ്ട്. എൻ്റെ മോൻ ഏറ്റവും കൂടുതൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. മരുമോള് അതിലേറെ എൻ്റെ മോളെക്കാട്ടിലും അധികം അവൾ സ്നേഹിക്കുന്നു. എൻ്റെ മോള് സ്നേഹിക്കുന്ന പോലെ തന്നെ അവൾ ഞങ്ങൾ ശുശ്രൂഷിക്കുന്നുണ്ട്. എപ്പോഴും 2 ആൾ വേണം പിടിച്ചെഴുന്നേൽപ്പിക്കാനും ഇതിനൊക്കെ. എന്ത് ജോലിൻ്റെ ആയാലും എവിടെ പോകാനുണ്ടായാലും അവൾ ഓടി വരും. അമ്മ അപ്പച്ചോ എന്നാ പിടിക്കുക എനിക്കാന്ന് പറഞ്ഞിട്ട് അവള് വന്ന് ഏൽപ്പിച്ച് വേണ്ട ശുശ്രൂഷകളൊക്കെ എൻ്റെ ഒപ്പം തന്നെ അവള് കൂടി ചെയ്യും. അങ്ങനെ ഒരു മരുമകളെ ദൈവത്തിന് എനിക്ക് തന്നതിന് നന്ദി പറയും. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട 2ാമത്തെ പാഠം. മക്കളെ പോലെ കരുതി ഹൃദയത്തിൽ ഉൾക്കൊള്ളുന്ന മാതാപിതാക്കൾ. അതുപോലെ തന്നെ മാതാപിതാക്കളെ അമ്മായിയപ്പനും അമ്മായിമ്മയുമായി കാണാതെ സ്വന്തം മാതാപിതാക്കളായി കരുതുന്ന ആ വലിയൊരു അനുഭവം. ഇതിൽ പല ഒരു സന്തോഷം വേറെ ഇല്ലല്ലോ. സമാധാന സന്തോഷമല്ലേ? സന്തോഷമാണ്. അവരെ കൊണ്ട് പറ്റാവുന്നതാണ്. എൻ്റെ മക്കള് പറഞ്ഞോണം മക്കളും പേരക്കുട്ടികളും ഞങ്ങളെ അത്രയ്ക്ക് അധികം സ്നേഹിക്കുന്നുണ്ട്. ഇനി ഇതിൽ മേലെ അവർ സ്നേഹിക്കാൻ വേറെ ആർക്കും പറ്റില്ല. നമുക്ക് ഈ പുതിയ തലമുറയിൽപ്പെട്ട ആളുകളോട് നിങ്ങളുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ മക്കളെ എങ്ങനെ കരുതണം, എങ്ങനെ അവര് നമ്മളെ കരുതേണ്ട രീതിയിൽ എങ്ങനെ കരുതണം, ഒരു ചെറിയൊരു സന്ദേശം കൊടുക്കാമോ? ഒരിക്കലും നമ്മൾ കെട്ടി വരുന്ന മോനെ ആയാലും മോളെ ആയാലും അതൊരു മരുമോനാണ്, മരുമോളാന്നൊരു തോന്നരുത്. നമ്മുടെ സ്വന്തം മോളെങ്ങനെയാ അതുപോലെ തന്നെ ആയിരിക്കണം അവളൊന്നും വിചാരിക്കണം. അവർക്കൊരു കോട്ടം തട്ടാണ്ട്. അപ്പൊ മക്കളോടുള്ള നമ്മളുടെ മാതാപിതാക്കന്മാർ നമ്മൾ സ്നേഹിച്ച അവര് സ്നേഹിക്കും. സ്നേഹവും കരുതലും പോലെയാണ് അവർക്ക് നമ്മോടും ഉള്ളത്. അപ്പൊ ഒരു വലിയൊരു കൃപയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മക്കളെല്ലാവരും പൊന്നുപോലെയാണ് ഇവരെ പരിപാലിക്കുന്നത്. അത് അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാം. എൻ്റെ പേര് സുബീഷ്. ഞങ്ങൾ 2 മക്കളാണ്. മൂത്ത മകൻ ഞാനാണ്. പിന്നെ എനിക്ക് താഴെ അനുജത്തി സുനിത. ഇത് എൻ്റെ ഭാര്യ ലിൻസി. ഞങ്ങൾക്ക് 2 മക്കളാണ്. മൂത്ത മകൻ എഡ്വിൻ. അവൻ ഇരിഞ്ഞാലക്കുട രൂപതയിലെ സെൻറ്റ് പോൾസ് സെമിനാരിയിൽ 3ാം വർഷ വൈദിക വിദ്യാർത്ഥിയാണ്. 2ാമത്തെ മകൻ ജോസ്വിൻ +1 വിദ്യാർത്ഥിയാണ്. പിന്നെ ഞങ്ങളുടെ അപ്പച്ചനെയും അമ്മച്ചയെയും കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ വളരെ നല്ല ഓർമ്മകൾ മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. കാരണം വളരെ ചെറുപ്പം മുതലേ ഞങ്ങളെ വളരെ ദൈവികമായ കാര്യങ്ങളിലും ഈശ്വരവിശ്വാസത്തിലും വളർത്താൻ അവർ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അമ്മച്ചിയെ വിവാഹം കഴിച്ചു കൊണ്ടുവരുമ്പോൾ ഒരു സാധാ കാർഷിക കുടുംബമാണ് ഞങ്ങൾ. കർഷകനായിരുന്നു അപ്പച്ചൻ. ഇവിടെ വരുമ്പോൾ അമ്മ വരുന്ന സമയത്ത് ഒരു വെളിച്ചം പോലും കറണ്ട് പോലും ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അതുകൂടാതെ അപ്പച്ചൻ്റെ ഒരു 18 വയസ്സിൽ അപ്പച്ചൻ്റെ പിതാവ് മരണപ്പെട്ടു. വലിയൊരു ബാധ്യത അപ്പച്ചൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതായത് ഒരു പെങ്ങളുടെ വിവാഹം കഴിഞ്ഞിരുന്നു. അവർ 4 മക്കളാണ്. അപ്പച്ചന് താഴെ ഒരു അനിയൻ, പിന്നെ ഒരു സഹോദരി. അപ്പോൾ ഒരു സഹോദരിയുടെ വിവാഹം ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു കർഷക കുടുംബത്തിൽ ജോലി ചെയ്ത് എത്രയധികം കഷ്ടപ്പെട്ടാണ് അവരുടെ വിവാഹം നടത്തിയതും. അമ്മയെയും അനിയൻ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അനിയൻ ഒരു രോഗിയായിരുന്നു. അവരെയും നോക്കാൻ വേണ്ടി അപ്പച്ചൻ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഞങ്ങളെ വളർത്താൻ വേണ്ടി അപ്പച്ചൻ രാപ്പകലില്ലാതെ അധ്വാനിച്ച് പല രാത്രികളിലും പറമ്പിലെല്ലാം പണിയെടുത്ത് വന്നിട്ട് ഇവിടെ ഈ പറമ്പിലെല്ലാം വാഴ അതുപോലെ മറ്റുള്ള കൃഷികളൊക്കെ ആയിരുന്നു. ഇവിടെയൊക്കെ നെൽകൃഷി ചെയ്തിട്ടുണ്ട്, ഈ തേമാലി കണ്ടങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ആ പണി കഴിഞ്ഞ് വന്ന് രാത്രി മുഴുവനും പല്ലുവേദന എടുത്തിട്ട് ഞാനും അമ്മയും സഹോദരി ഒരുമിച്ച് ഇരുന്ന് കരഞ്ഞ വളരെയധികം രാത്രികളും ഉണ്ടായിട്ടുണ്ട്.
എന്നാലും അപ്പച്ചൻ ഞങ്ങളെ പള്ളിയിൽ പോകാനും എല്ലാ ദിവസവും പള്ളിയിൽ പോകാനും പ്രാർത്ഥനയ്ക്കും കുടുംബ പ്രാർത്ഥന വളരെയധികം നിർബന്ധമായിരുന്നു അപ്പച്ചന്. അതുപോലെ അമ്മയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ വിളക്കാണ് അമ്മ എന്ന് പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. കാരണം വളരെയധികം കഷ്ടതകൾ അനുഭവിക്കുന്ന സമയത്ത് അപ്പച്ചനും ഞങ്ങൾക്കും വളരെയധികം സപ്പോർട്ടായി നിന്ന് ഈശ്വര പ്രാർത്ഥനയിൽ ഞങ്ങൾ വളർത്താനും ഞങ്ങൾക്ക് സപ്പോർട്ടായി നിന്നതും അമ്മച്ചി മാത്രമാണ്. കാരണം അപ്പച്ചൻ്റെ ജീവിതത്തിലേക്ക് ഒരു പക്ഷെ അമ്മച്ചി വന്നില്ലെങ്കിൽ അപ്പനിപ്പം ജീവനോടെ ഉണ്ടോ എന്ന് പോലും ഞങ്ങൾ സംശയിച്ചു പോകും. കാരണം അത്രയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളെ അപ്പച്ചൻ വളർത്തിയിട്ടുള്ളത്. പിന്നെ അപ്പച്ചൻ വളരെ കാലം മതബോധന അധ്യാപകനായിരുന്നു. അതുപോലെ അപ്പച്ചൻ്റെ അമ്മ, അനിയൻ ഇവരെല്ലാം നോക്കുന്നത് കണ്ടാണ് ഞങ്ങൾ വളർന്നത്. അതുകൊണ്ട് അപ്പച്ചൻ ഇപ്പോൾ ഒരു 15 വർഷമായിട്ട് അസുഖബാധിതനാണ്. 5 വർഷമായിട്ട് കിടപ്പാണ്. എന്നാലും ഞങ്ങൾ വളരെ സന്തോഷപൂർവ്വം അപ്പച്ചനെ ഞങ്ങൾ പരിപാലിച്ചു വരികയാണ്. കാരണം ഇപ്പം മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാണാം മാതാപിതാക്കൾ ഒറ്റയ്ക്ക്, മക്കൾ വേറെ വല്ല എവിടെയോ ഒക്കെ പോയി നിൽക്കുന്നു. പക്ഷേ ഇതൊന്നും എനിക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. കാരണം ഇത്രയധികം കഷ്ടപ്പെട്ട് നമുക്ക് മക്കളുണ്ടാകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ എത്രമാത്രം ആ മക്കളെ സ്നേഹിക്കുന്നു എന്നുള്ളത്. ആ ഒരു കാഴ്ചപ്പാട് നമ്മുടെ മനസ്സിലുള്ളിടത്തോളം കാലം ഒരിക്കലും നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ മറ്റുള്ള ആൾക്കാരെ ഏൽപ്പിച്ചു പോകാൻ മനസ്സ് വരില്ല. അപ്പച്ചൻ ഇപ്പോൾ ഭക്ഷണം കഴിക്കാനോ ഒരു 5 വർഷമായിട്ട് ഒരു കൈകൊണ്ട് ഒരു സ്പൂണ് കഞ്ഞിയോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് എടുത്ത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനോ അപ്പച്ചന് സാധിക്കില്ല. എല്ലാം ഞങ്ങളുടെ സഹായം കൊണ്ടാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 20 വർഷമായി. അന്നു മുതൽ ഇന്ന് വരെ ഞങ്ങളുടെ കുടുംബത്തിൽ യാതൊരുവിധ പിണക്കങ്ങളോ വിഷമങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. മരുമകളായിട്ടാണ് ഞാൻ ഈ കുടുംബത്തിലേക്ക് വന്നതെങ്കിലും സ്വന്തം മകളെ പോലെയാണ് അപ്പച്ചനും അമ്മച്ചിയും എന്നെ സ്നേഹിക്കുന്നതും സംരക്ഷിക്കുന്നതും. അപ്പച്ചനും അമ്മച്ചിയും വളരെ നല്ല ഒരു സ്നേഹത്തിലാണ് ജീവിച്ചത്. ഞാൻ ഈ കുടുംബത്തിലേക്ക് വരുമ്പോൾ എനിക്ക് ഈ കുടുംബം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നോ എനിക്കൊന്നും അറിയില്ലായിരുന്നു. അതെല്ലാം അപ്പച്ചനും അമ്മച്ചിയുമാണ് നല്ല രീതിയിൽ എന്നെ പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കി തന്നത്. ഞങ്ങളുടെ മക്കളായാലും ദൈവചിന്തയിലും വളരാനായിട്ടും അപ്പച്ചനും അമ്മച്ചിയും വളരെയേറെ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഈ കുടുംബത്തിലേക്ക് വരുമ്പോൾ അപ്പച്ചൻ വളരെ കഠിനാധ്വാനിയായിരുന്നു. എപ്പോഴും പറമ്പിൽ നിന്നും കയറുകയില്ലായിരുന്നു. ഒരു വിശ്രമമില്ലാതെയായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഇപ്പോൾ അപ്പച്ചന് 10 വർഷമായിട്ട് പാർക്കിൻസൺസ് അസുഖമായിട്ട് ഇരിപ്പിലായി. അതിനുശേഷം ഞങ്ങൾ അപ്പച്ചൻ്റെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഭക്ഷണം കൊടുക്കാനും എല്ലാത്തിനും അപ്പച്ചൻ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയാണ്. ബാത്റൂമിൽ കൊണ്ടുപോകുവാനും എല്ലാം ഞങ്ങൾ തന്നെ ചെയ്യണം. ഞങ്ങൾക്കതിലൊരു വിഷമവുമില്ല, സന്തോഷമുള്ളൂ. ദൈവം തരുന്ന സഹനങ്ങളെല്ലാം നമ്മൾ സന്തോഷത്തോടു കൂടിയല്ലേ സ്വീകരിക്കേണ്ടത്. ഇത്രയും നല്ല സ്നേഹനിധിയായ അപ്പച്ചനെയും അമ്മച്ചയെയും ഞങ്ങൾക്ക് നൽകിയതിന് ഈശോയോട് ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. എൻ്റെ പേര് സുനിത. ഞാനിവരുടെ മകളാണ്. എൻ്റെ ഭർത്താവ് ബിജു. പിന്നെ 2 മക്കളാണ് എനിക്ക്. എന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത് കാലടി മാണിക്യമംഗലമാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത്. പിന്നെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ ഓർമ്മകളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപ്പകാലത്ത് ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അപ്പച്ചനും അമ്മച്ചിയും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടംമാതിരി പണികളെടുത്ത് അപ്പച്ചൻ ശരിക്കും ആവശ്യത്തിനായിട്ട് വരുന്നതാണ് ഞങ്ങൾ ചെറുപ്പത്തിൽ കണ്ടേക്കുന്നത്. അതിനോടൊപ്പം തന്നെ തോള് ചേർന്ന് അമ്മച്ചി നിൽക്കാറുണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം ഒരണയെ പോലെ ഒരുമിച്ച് ജീവിക്കുന്നത് കണ്ടാണ് ഞാൻ വളർന്നത്. അത് എൻ്റെ ജീവിതത്തിലും ഒരുപാട് എനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. എന്ത് വേദന വന്നാലും സഹിച്ച് ക്ഷമിച്ച് നിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ദൈവഭക്തിയുടെ കാര്യം പറയുകയാണെങ്കിൽ അപ്പച്ചൻ വളരെ ദൈവഭക്തിയുള്ള ഒരാൾ തന്നെയായിരുന്നു. ചെറുപ്പത്തിലൊക്കെ അപ്പച്ചൻ ഗായക സംഘം അതുപോലെ ഒക്കെ ഉണ്ടായിരുന്നതാണ്. പിന്നെ അതിനുശേഷം കാറ്റീസം പഠിപ്പിച്ചു 10-15 വർഷം പള്ളിയിൽ പാട്ടൊക്കെ പാടായിരുന്നു. അതിൻ്റെ ഒരു കഴിവ് ദൈവം എനിക്ക് അപ്പച്ചനോട് എനിക്കും തന്നിട്ടുണ്ട്. ഞാനും ഞങ്ങളുടെ പള്ളിയിൽ പാട്ട് പാടുന്ന ഒരാൾ തന്നെയാണ്. അതൊക്കെ ഇവരെ കണ്ടുപിടിച്ചതുകൊണ്ട് കിട്ടിയതാണ് എനിക്ക്. പിന്നെ അപ്പച്ചനും അമ്മച്ചിയെല്ലാം ചെറുപ്പത്തിൽ ഞങ്ങൾ കാണുമ്പോൾ തന്നെ ഞങ്ങളെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ 5:30 ആകുമ്പോൾ അപ്പച്ചനും അമ്മച്ചും വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥന എത്തിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഓരോ വഴിക്കും ഓരോരുത്തരും പോവാറ്. ഓരോ ജോലിക്കായാലും ഒക്കെ തന്നെ അപ്പച്ചനൊക്കെ പോണത് അതിന് ശേഷമാണ്. അതൊരു നല്ല ഗുണമാണ്. അത് ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങൾ ഓർക്കുന്ന ഒരു കാര്യമാണ്.
പിന്നെ വിവാഹം കഴിയുന്ന സമയത്ത് ചേട്ടൻ ഇവിടെ നാട്ടിലില്ലായിരുന്നു, കോയമ്പത്തൂരായിരുന്നു ചേട്ടൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തനിച്ച്, ഞാനും 2 മക്കളൊക്കെ തനിച്ച് താമസിച്ച സമയങ്ങളിൽ എന്താവശ്യത്തിന് വിളിച്ചാലും അപ്പച്ചനെ അമ്മച്ചി ഓടി വരായിരുന്നു ഞങ്ങളെ. എനിക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും പിള്ളേർ ഹോസ്പിറ്റലിൽ ആയിരുന്ന അവസരങ്ങളിലൊക്കെ വന്ന് ഞങ്ങളുടെ കൂടെ നിൽക്കാനും ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാനും ഓടി വരായിരുന്നു. ദൈവം ഞങ്ങൾക്ക് ഇവർ തന്നത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. എന്നും ഇതേപോലെ തന്നെ സന്തോഷമായിട്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരേ ഒരു മരുമകനാണ്. മരുമകനാണെന്ന് പറയാൻ പറ്റില്ല, കാരണം എന്നെ ഇതുവരെയ്ക്കും മരുമകനായിട്ടൊന്നും അവർ കണ്ടിട്ടില്ല. സ്വന്തം മകനെ പോലെ തന്നെയാണ് കണ്ടേക്കണേ. ഞാനിവിടെ വരുമ്പോഴൊക്കെ വളരെ കാണിച്ചക്കാരനായ ഒരു പിതാവായിരുന്നു. എനിക്ക് ശരിക്കും എൻ്റെ അപ്പൻ്റെ ഒരു സ്ഥാനത്ത് തന്നെ ഞാൻ കണ്ടിരിക്കുന്ന ആളെ. ഒരു അമ്മാനപ്പനായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്നെ അങ്ങനെ ഒരു മരുമകനായിട്ട് ആൾ കണ്ടിട്ടില്ല. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുകിൽ, എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകിത്തീരുമോ? ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. പേരക്കുട്ടികൾക്കൊപ്പം സമയം ചിലവഴിക്കുമ്പോഴാണ് ഇവർ ഏറെ സന്തുഷ്ടരാകുന്നത്. എൻ്റെ പേര് എഡ്വിൻ. ഞാൻ ഈ അപ്പാപ്പൻ്റെ അമ്മാമ്മയുടെയും രണ്ടാമത്തെ പേരക്കുട്ടിയാണ്. ഞാനിപ്പോൾ ഇരിങ്ങാലക്കുട മൈനർ സെമിനാരിയിൽ 3ാം വർഷ വിദ്യാർത്ഥിയാണ്. പിന്നെ അപ്പാപ്പൻ്റെ അമ്മാമ്മയുടെ കൂടെ ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കുമ്പോൾ വളരെയധികം സന്തോഷം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു വഴിവിളക്കായി തീർന്നത് എൻ്റെ അപ്പാപ്പൻ്റെ അമ്മാമ്മയാണ്. ഇന്ന് ഞാൻ ഈ വെള്ളക്കുപ്പായം ധരിച്ച് ഇവിടെ ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന ദൈവവിളിയിൽ മുന്നോട്ട് പോകുമ്പോൾ, അതിന് പ്രഥമമായിട്ട് അതിനുള്ള അടിത്തറ ഇട്ട് തന്നത് എൻ്റെ അപ്പാപ്പൻ അമ്മാമ്മയാണ്. അതെന്ന് ഞാൻ അഭിമാനത്തോടു കൂടെ തന്നെ പറയും. കാരണം കുഞ്ഞുനാൾ മുതലേ ഞാൻ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും കൂടെ കൂടുതൽ ചിലവഴിക്കുന്നതിനേക്കാൾ അധികമായിട്ട് അപ്പാപ്പൻ്റെ അമ്മാമ്മയുടെയും കൂടെയാണ് സമയം ചിലവഴിച്ചിട്ടുള്ളത്. അപ്പാപ്പൻ്റെ കൂടെ എപ്പോഴും ഞാൻ പറമ്പിലിങ്ങനെ നടക്കാറുണ്ട്. അപ്പാപ്പനൊക്കെ എനിക്കും എൻ്റെ അനിയനും ഒക്കെ നാരങ്ങ മിഠായി വാങ്ങിച്ച് തന്നിട്ടുള്ള ഓർമ്മകളൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. പിന്നെ അമ്മാമ്മയുടെ കൂടെ ഇരുന്നതും ചെറിയ ജോലികളിലൊക്കെ അമ്മാമ്മനൊക്കെ സഹായിച്ച അമ്മാമ്മയുടെ പിന്നാലെ നടന്നതൊക്കെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. ഈ സമയങ്ങളിലൊക്കെ അപ്പാപ്പനും അമ്മാമ്മയൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് കഥകൾ പറഞ്ഞു തരാറുണ്ട്. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഞാൻ ഓർക്കുന്നത് ബൈബിളിലത്തെ എല്ലാ കഥകളും എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ അപ്പാപ്പനും അമ്മാമ്മയാണ്. എൻ്റെ ജീവിതത്തിൽ ജീവിത മൂല്യങ്ങൾ എനിക്ക് പകർന്നു തന്നത് അപ്പാപ്പനും അമ്മാമ്മയാണ്. അതെപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോകുന്നത്. എൻ്റെ പേര് അനീന. ഞാൻ അപ്പാപ്പൻ്റെ അമ്മാമ്മയുടെയും ഫസ്റ്റത്തെ പേരക്കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ കുറച്ച് കൂടുതൽ സ്നേഹവും കരുതലൊക്കെ എനിക്ക് തന്നെയാണ് കിട്ടിയേക്കണത്. പിന്നെ അപ്പാപ്പനെ പറ്റി പറയുകയാണെങ്കിൽ, അപ്പാപ്പൻ ചെറുപ്പം മുതൽ എനിക്ക് ഒരു ഓർമ്മ എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. എന്ന് വെച്ചാൽ കറക്റ്റാണ് എല്ലാ കാര്യങ്ങളിലും. ഒരു കാര്യം വിചാരിച്ചാൽ അതുപോലെ ചെയ്യുക, അതുപോലെ എല്ലാം അടക്കി ഒതുക്കി വെക്കുക, അങ്ങനെ എല്ലാ കാര്യവും അപ്പാപ്പൻ കറക്റ്റായിട്ട് ചെയ്യണ. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യത്തിൽ എനിക്ക് അപ്പാപ്പൻ്റെ ഭയങ്കര ഇഷ്ടമാണ് ആ സ്വഭാവമൊക്കെ. പിന്നെ ഞങ്ങൾ പപ്പ നാട്ടിലില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മമ്മിയും ഞങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന സമയത്ത് അപ്പാപ്പനും അമ്മമ്മയായാലും എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസൊക്കെ വരികയാണെങ്കിൽ ഓടി വരായിരുന്നു. എൻ്റെ പേര് ജോസ്വിൻ. ഞാൻ അപ്പാപ്പൻ്റെ മകൻ്റെ രണ്ടാമത്തെ മകനാണ്. ഞാനിപ്പോൾ +1 പഠിക്കുന്നു. അപ്പാപ്പനും അമ്മാമ്മയും ഞങ്ങൾക്ക് വളരെ നല്ല മാതൃകയാണ് നൽകിയിരിക്കുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഉപകാരം ചെയ്തിട്ടുണ്ട് അപ്പാപ്പൻ്റെ അമ്മാമ്മയുടെയും ജീവിതം. ഞങ്ങൾ ആദ്യമായി പള്ളിയിൽ പോകുന്നതും പ്രാർത്ഥന എത്തിക്കുന്നതും അപ്പാപ്പൻ്റെയും അമ്മാമ്മയുടെയും ഒപ്പമാണ്. ചെറുപ്പത്തിൽ ഞങ്ങളുടെ കൂടെ ആയിരുന്നു എപ്പോഴും അപ്പാപ്പനും അമ്മാമ്മയും. ഞാനും ചേട്ടനും സ്കൂളിൽ പോകുമ്പോൾ ഞങ്ങളെ കൊണ്ടുപോകാറുള്ളത് അപ്പാപ്പനും അമ്മാമ്മയാണ്. ഞങ്ങൾ ആദ്യം സ്കൂളിൽ ചെല്ലുമ്പോൾ കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പോൾ അപ്പാപ്പനും അമ്മാമ്മയാണ് തൊട്ടപ്പുറത്ത് വീട്ടിൽ നിന്ന് ഞങ്ങൾ നോക്കിക്കൊണ്ട് നിന്നത്. അതുപോലെ അപ്പാപ്പനും അമ്മാമ്മയും ഉള്ളത് ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ്. മറ്റു പല ഞങ്ങളുടെ കൂട്ടുകാർക്കും ഇങ്ങനെ ഒരു ഭാഗ്യമില്ല.
അപ്പോൾ ഇത്രയും നല്ല അപ്പാപ്പനും അമ്മാവനും കിട്ടിയതിൽ ഞങ്ങൾ ദൈവത്തോട് നന്ദി പറയുന്നു. എൻ്റെ പേര് നയന. ഞാനിവരുടെ ഇളയ പേരക്കുട്ടിയാണ്. അപ്പാപ്പനും അമ്മാമ്മേനെയും പറ്റി പറയുകയാണെങ്കിൽ പണ്ട് ഞങ്ങളുടെ വീട്ടിൽ അപ്പാപ്പനൊക്കെ വന്ന് നിൽക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് എക്സസൈസ് ചെയ്യാൻ നിൽക്കുക. പിന്നെ അപ്പാപ്പന് എല്ലാ ദിവസവും രാവിലെ ഗുഡ് മോർണിംഗ് എന്ന് പറയണം, അത് നിർബന്ധമാണ്. എന്നാലേ അപ്പാപ്പ സന്തോഷമാവുള്ളൂ. അങ്ങനെ കൈയൊക്കെ പിടിച്ചൊരു ഷെയ്ക്ക് ഒക്കെ കൊടുത്ത് ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞാലേ അപ്പാപ്പന് സന്തോഷമാവുള്ളൂ. പിന്നെ അമ്മാമ്മേനെ പറ്റി പറയുകയാണെങ്കിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും അമ്മാമ്മേനോട് ഫ്രീ ആയിട്ട് ഞാൻ പറയാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യം തന്നെ ഞാൻ അമ്മാമ്മേനോട് പറഞ്ഞിട്ടുണ്ട്. അതിന് പരിഹാരമാണേലും വിഷമമാണേലും എന്താണെങ്കിലും ഞാൻ പറയാറുണ്ട്. പിന്നെ ഇവർ ഞങ്ങൾ ഭയങ്കര കെയറിങ് ആയിട്ടാണ് നോക്കിയിട്ടുള്ളത്. പ്രിയമുള്ളവരെ, താഴേക്കാട് ഇടവകയുടെ വികാരിയച്ഛൻ ആന്റണി മുക്കാട്ടുകരക്കാരൻ അച്ഛൻ ഈ ഇടവകയുടെ നല്ല ഇടയന് മാത്രമല്ല, ഈ കുടുംബത്തിൻ്റെ മൂത്ത മകനെ പോലെ കരുതലുള്ള, സ്നേഹമുള്ള, മക്കളെ അറിയുന്ന ഇടയൻ. ആ ഇടയന് ഈ കുടുംബത്തെക്കുറിച്ച് ഒത്തിരി പറയാനുണ്ട്. നമുക്കതിലേക്ക് പോവാം. ഞങ്ങളുടെ ഇടവകയിലുള്ള കോക്കാട്ട് ആന്റണി ജെസ്സി ദമ്പതികളെ ഒന്ന് പരിചയപ്പെടുത്താൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തട്ടെ. അവരുടെ 2 മക്കള് സുബീഷും സുനിതയും. 2 പേരും ഈ മാതാപിതാക്കളുടെ കാര്യത്തിൽ അങ്ങേയറ്റം ശ്രദ്ധ പതിപ്പിക്കുന്നവരാണ്. സുബീഷ് സ്വന്തമായിട്ട് ഒരു കട നടത്തുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ലിൻസി കുടുംബത്തിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത് തന്നെയാണ് കട എന്നുള്ളത് കൊണ്ട് തന്നെ ഇടയ്ക്കിടെ വീട്ടിൽ വന്ന് അപ്പച്ചനെ ശുശ്രൂഷിക്കാനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട് ഇടയ്ക്കിടെ വീട്ടിൽ വന്നു പോയിക്കൊണ്ടിരിക്കും. അത് ലിൻസിക്ക് വലിയൊരു അനുഗ്രഹവും കൂടിയാണ്. അതുപോലെ തന്നെ അവരുടെ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ നല്ല രീതിയിലുള്ള വിശ്വാസം കാത്തു സൂക്ഷിച്ചവരാണ് ഇവർ 2 പേരും. ആന്റണി ചേട്ടനും അതുപോലെ തന്നെ ജെസ്സി ചേച്ചിയും ജീവിതകാലത്ത്, പ്രത്യേകിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ ദേവാലയത്തോട് വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിച്ച വ്യക്തിത്വങ്ങളാണ് ഇവർ 2 പേരും. ദേവാലയം തീർച്ചയായിട്ടും അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സുബീഷിൻ്റെ മകൻ ആ ഒരു നല്ല പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് സെമിനാരിയിൽ, മൈനർ സെമിനാരിയിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക ബ്രദർ എഡ്വിൻ. അതുപോലെ തന്നെ മകൻ ജോസ്വിനും ആൾത്താര സംഘത്തിൻ്റെ പ്രസിഡന്റും രൂപതാതലത്തിലുള്ള ആൾത്താര സംഘത്തിൻ്റെ സെക്രട്ടറിയുമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സഭാപരമായിട്ട് സുബീഷും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ലിൻസിയും വളരെ നന്നായിട്ട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ഇടവക ദേവാലയ എല്ലാ പ്രവർത്തന പരിപാടികളിലും. തീർച്ചയായിട്ടും അത് ഏറ്റവും നല്ല മാതൃകയാണ്. അവരുടെ സേവനം മാതാപിതാക്കൾക്ക് നൽകുന്നത്, പ്രത്യേകിച്ച് ആന്റണി ചേട്ടനൊക്കെ അസുഖമായിട്ട് കിടക്കുന്ന അവസരത്തിൽ ഇപ്പോൾ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പരിചരണം ഈ മക്കൾ കൂടി അതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പച്ചനെ കൂടുതൽ, ഈ അപ്പാപ്പനെ വലിയ കാര്യത്തോടുകൂടി ശുശ്രൂഷിക്കാനും അതുപോലെ തന്നെ അപ്പച്ചന് നേരം പോക്കുകളിലൂടെ ശുശ്രൂഷിക്കാനും ഒക്കെ ആയിട്ട് ജോസ്വിൻ, ഇന്ന് വീട്ടിലുള്ള മകൻ ജോസ്വിൻ ഏറെ ശ്രമിക്കുന്നു. തീർച്ചയായിട്ടും അത് സമൂഹത്തിൻ്റെ ഒരു പാഠമാകട്ടെ, അത് വരുന്ന തലമുറയ്ക്ക് ഒരു മാതൃകയാകട്ടെ എന്നാണ് ഈ അവസരത്തിൽ നൽകാനുള്ള ആശംസ. ഇന്നും ഈ കുടുംബത്തിൽ നിലനിൽക്കുന്ന ഐക്യത്തിന്റെ കാരണം ഈ മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ്. കുടുംബം ഒരു മനോഹര ഗാനം. വിവാഹ ജീവിതത്തിൻ്റെ 50-ാം വർഷം ആഘോഷിച്ചത് ഈ കഴിഞ്ഞ മെയ് മാസം 12-ാം തീയതിയാണ്. ആന്റണി ചേട്ടൻ്റെയും ജെസ്സി ചേച്ചിയുടെയും ആ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ അയവിറക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യും. ഈ കൂടിച്ചേരൽ കുടുംബ ബന്ധങ്ങളെ ദൃഢമാക്കുകയാണ്. ഇതാണ് കോക്കാട്ട് കുടുംബം
സമൂഹത്തിനും ക്രൈസ്തവ കുടുംബങ്ങൾക്ക് നൽകുന്ന മാതൃക. സംഗീതം നമുക്ക് മാർത്താണ്ഡൻ രൂപതയുടെ അഭിവന്യ പിതാവ് വിൻസെന്റ് മാർ പൗലോസ്, ആ പിതാവ് നൽകുന്ന ഒരു നല്ല സന്ദേശം നമുക്ക് കേൾക്കാം. സ്നേഹമുള്ളവരെ, നമ്മുടെ മാതാപിതാക്കളെ സംരക്ഷിക്കുവാനുള്ള കടമ നമുക്കുണ്ട്. ഒരു മനുഷ്യൻ ആദ്യം കാണുന്നത് തൻ്റെ അമ്മയുടെ മുഖമാണ്. ആദ്യം ശ്രവിക്കുന്നത് അമ്മയുടെ ശബ്ദമാണ്. അതുകൊണ്ട് ഒരു കുഞ്ഞിന് തൻ്റെ അമ്മയുടെ മുഖമാണ് ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള മുഖം. തൻ്റെ അമ്മയുടെ ശബ്ദമാണ് ഏറ്റവും സ്വീറ്റസ്റ്റ് ആയിട്ടുള്ള വോയിസ്. കാരണം അതാണ് ആദ്യം കേൾക്കുന്നത്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഈ കുഞ്ഞ് അമ്മയുടെ ശബ്ദം കേൾക്കുന്നു. ഒരു അമ്മ എന്ന് പറയുന്നത് പകരം വെക്കുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പനെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത, ചിലപ്പോൾ അമ്മ കാണിക്കുന്നത് പോലുള്ള ഒരു സ്നേഹം അപ്പൻ കാണിച്ചെന്ന് വരില്ല. പക്ഷേ താൻ അധ്വാനിക്കുന്നത് മുഴുവനും ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്, മക്കൾക്ക് വേണ്ടിയാണ്. തൻ്റെ മക്കൾക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്ന മാതാപിതാക്കളാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഈ മാതാപിതാക്കളെ വൃദ്ധമന്ദിരത്തിലും അനാഥാലയങ്ങളിലും കൊണ്ട് വിടുന്നത് വളരെ ദുഷ്കരമായ അല്ലെങ്കിൽ ക്രൂരത നിറഞ്ഞ ഒരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ ശ്രദ്ധയിൽ മാതാപിതാക്കളെ സംരക്ഷിക്കുവാൻ നമുക്ക് കടമയുണ്ട്. അത് 4ാമത്തെ കൽപ്പനയിലുള്ള ഒരു ഭാഗമാണ് എന്ന് കരുതി ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ മാതാപിതാക്കളെ നമുക്ക് സംരക്ഷിക്കാം, അവരെ സ്നേഹിക്കാം, അവരുടെ സ്നേഹം അനുഭവിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, കോക്കാട്ട് കുടുംബത്തിൻ്റെ അനുഗ്രഹമായി മാറിയ 2 മാതാപിതാക്കളാണ് നമ്മോടൊപ്പമുള്ളത്. അവർക്ക് ദൈവം കനിഞ്ഞു നൽകിയ അനുഗ്രഹമായി 2 മക്കളും. പ്രിയമുള്ളവരെ, നമ്മുടെ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി സ്വയം മറന്ന് ജീവിതം അർപ്പിക്കുന്ന ഒരു പിതാവിനെയും നൊന്തുപെറ്റ ഒരമ്മയെയും നമ്മൾ മറക്കരുത്. കുടുംബത്തിന് ശാപമാണ്. ഇവിടെ ഇത്രയും വലിയൊരു അനുഗ്രഹവും സന്തോഷവും നിറഞ്ഞ അനുഭവം ഇവിടെ ഉള്ളത്. മക്കളെ ദൈവം കൊടുത്തതുപോലെ ദൈവത്തിന് വേണ്ടി വളർത്തിയതുകൊണ്ട് ആ മക്കൾ മാതാപിതാക്കളെ ദൈവത്തെ പോലെ കരുതി ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന അനുഗ്രഹമുള്ള കുടുംബം. മറന്നു പോകുന്ന മനസ്സും നിലച്ചു പോകുന്ന ഹൃദയവുമാണ് നമുക്കുള്ളത്. അതിനിടയ്ക്ക് കിട്ടുന്ന ചെറിയ ഒരു സമയം മറ്റുള്ളവർക്ക് സ്നേഹം കൊടുത്തും സന്തോഷം കൊടുത്തും നന്മയിൽ ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് മഹത്തായ ജീവിതം. അങ്ങനെ ജീവിതം നയിച്ച നല്ല മാതാപിതാക്കന്മാരും അവരുടെ മക്കളും പേരക്കുട്ടികളും അടങ്ങുന്ന ഈ കുടുംബത്തിന് ഗുഡ്നസ് ടിവിയുടെ ഒരു സ്നേഹ സമ്മാനം വളരെ സന്തോഷത്തോടെ നൽകുന്നു. ഇതോടുകൂടി മധുരം ജീവിത സായാഹ്നം എന്ന ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച ദൈവാനുഗ്രഹമുള്ള ഒരു നല്ല കുടുംബത്തിന്റെ നല്ല വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി. മധുരം. ഈ കുടുംബത്തിലെ പുതിയ തലമുറയിലെ മക്കൾക്ക് പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്നേഹവചനമുണ്ട്. പ്രഭാഷകൻ 3-ാം അധ്യായം 6-ാം വാക്യം. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ ഇതുപോലെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന മാതൃകാ കുടുംബങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഫാദർ സെബാസ്റ്റ്യൻ നെടിയാനി VC, ഫോൺ 9847719190. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഫോൺ 8111848719.